പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യകാരൻ്റെ നാഥനെക്കുറിച്ച് വിശുദ്ധ ജമ്മ ഗൽഗാനി പ്രകാരം പറയുന്നുണ്ട്. സ്വർഗത്തിലൊരു പള്ളിക്കൂടമുണ്ട്, സ്നേഹമാണ് ആ പള്ളിക്കൂടത്തിലെ പാഠാവലി, ഊട്ടുപുരയാണ് ആ പാഠശാല, ക്രിസ്തുവാണ് ഗുരു, പാഠ്യവിഷയമാകട്ടെ അവൻ്റെ തിരുശരീര രക്തങ്ങളും. ദിവ്യകാനനാഥനെക്കുറിച്ച് ഉള്ള എത്ര മനോഹരമായ ചിന്തയാണ് വിശുദ്ധ ജമ്മ ഗൽഗാനി നമുക്ക് നൽകുക. ഇങ്ങനൊരു സന്ദേശം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കും ദിവ്യകാരുണ്യം സ്വർഗത്തിലെ പള്ളിക്കൂടമാകണം, സ്നേഹമായിരിക്കണം നമ്മുടെയും ജീവിത പ്രമാണം. അപ്പം ഊട്ടുപുരയാണ് ആ പാഠശാല, കർത്താവ് നമ്മളെ ഊട്ടണം, ക്രിസ്തുവാണ് അതിൻ്റെ ഗുരു, അതിൻ്റെ പാഠവിഷയമാകട്ടെ ഈശോയുടെ ശരീര രക്തങ്ങളും. കുടുംബജീവിതം നയിക്കുന്ന നമ്മളെപ്പോഴും ഈശോയിൽ നിന്നാണ് ശക്തി സ്വീകരിക്കേണ്ടത്. ഒരു കുടുംബം, ആ കുടുംബത്തിലെ പിതാവ് എപ്പോഴും ആ കുടുംബത്തിലെ 5 മക്കളുണ്ട്, 5 മക്കൾക്കും കൊടുക്കുന്ന ഒരു ഉപദേശപ്രകാരമായിരുന്നു 2 സാമുവേൽ 21-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെയാണ്. നമുക്കറിയാം, മുള്ളാരും സൂക്ഷിക്കാറില്ല. മുള്ള സൂക്ഷിച്ചാൽ നമുക്കത് ഉപദ്രവം ഉണ്ടാക്കും. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരാരാണെങ്കിലും അവർ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെയാണ് എന്ന് ഈ കുടുംബത്തിലെ അപ്പൻ മക്കളെ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. മക്കൾക്കെന്ന് അതൊരു ഓർമ്മയായിരുന്നു. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴും അതിനുശേഷവും ഒക്കെ ഈ മക്കളെ മാതാപിതാക്കന്മാരായപ്പോഴും കുടുംബജീവിതം നയിച്ചപ്പോഴും ഒക്കെ അപ്പൻ പറഞ്ഞു വെച്ച ഈ ദൈവവചന ചിന്ത അവരെ ഒത്തിരി മാറ്റിയെന്ന് അവരൊരിക്കൽ പങ്കുവെക്കുകയുണ്ടായി. വിശുദ്ധ 10-ാം പീസ് പറയുക, ദിവ്യകാരുണ്യ ഭക്തിയുടെ കേന്ദ്രം ദൈവമാണ് എന്നാണ്. നമുക്കറിയാം, ദൈവം തന്നെ സമ്മാനമായിട്ടാണ് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് തന്നത്. അപ്പോൾ ദിവ്യകാരുണ്യത്തോട് ഭക്തി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്നെ നമ്മളെ അതിനെ അനുവദിക്കണം. പക്ഷെ മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, ക്രിസ്തു രൂപത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ദിവ്യകാരുണ്യത്തിൽ നീ നോക്കുമ്പോൾ അവൻ ഇന്ന് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് കാണാൻ സാധിക്കും. അതാണ് വ്യത്യാസം. ക്രിസ്തു രൂപം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച ഓർമ്മ ദിനത്തെ അനുസ്മരിപ്പിക്കുമ്പോൾ അനുദിനം ഓരോ ദിവസവും ദിവ്യകാരുണ്യത്തെ നോക്കുമ്പോൾ ഇന്ന് ഈശോ ജീവിക്കുന്നു, ഇന്ന് ഈശോ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, ഇന്ന് ഈശോ നമ്മളെ കാണുന്നു. അത് നമുക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം തിരുവചനം, ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഇത് നമ്മോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നും വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദിവ്യകാരുണ്യനാഥനെ ഹൃദയത്തിൽ സ്വന്തമാക്കാം, ജീവിതത്തിൽ പാഠമാക്കാം, ജീവിതത്തിന് അനുഭവമാക്കാം. നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യമേ, സ്വർഗം തുറക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ, പരിശുദ്ധാത്മാവിന്റെ കൃപയാ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരിലേക്കും കൃപകൾ വർഷിക്കണമേ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.